പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇമ്മാ നുരിയന്നക ബഅദല്ലദീന യദ്ഉൻ. നബി, അവർക്ക് നാം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ ചിലത് നാം നിനക്ക് കാണിച്ചു തരികയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നിന്നെ നാം മരിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ മടക്കം. പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം അല്ലാഹു സാക്ഷിയായിരിക്കും. അപ്പോൾ പ്രവാചകനെ ദ്രോഹിച്ച പലരും ഖുറൈശികളിലും ഒക്കെ ഉണ്ട്, മദീനയിലും ഒക്കെ ഉണ്ടായിരുന്നു. ജൂതന്മാരിൽപ്പെട്ടവരുണ്ടായിരുന്നു, ക്രൈസ്തവരിൽപ്പെട്ടവരുണ്ടായിരുന്നു. അധികം ദ്രോഹിച്ചത് ഈ ഖുറൈശികളാണ്. കാരണം അവരുടെ സ്ഥാനമാനങ്ങളാണ് നഷ്ടപ്പെടുക. മനസ്സിലായില്ലേ? ഒരു ഭിക്ഷക്കാരൻ്റെ ശത്രു, ഒരു ഭിക്ഷക്കാരന് അസൂയ ആരോടായിരിക്കും? വലിയ പണക്കാരോടോ അംബാനിയോടോ ഒന്നും അയാൾക്ക് അസൂയ ഉണ്ടാവില്ല. മറിച്ച് തന്നേക്കാൾ കൂടുതൽ ഭിക്ഷ മേടിക്കുന്ന മറ്റൊരു ഭിക്ഷക്കാരനോടായിരിക്കും ശത്രുത. അപ്പം അതുപോലെ തന്നെ പ്രവാചകൻ വന്നതോടുകൂടി ആരുടെ വരുമാനമാണ് മുട്ടുക, അവർക്കാണ് പ്രവാചകനോട് ദേഷ്യം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വരുമാനം ഒരാൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അവരോടായിരിക്കും നമുക്ക് ശത്രുത ഉണ്ടാവും. അപ്പം ഈ ഖുറൈശികളുടെ എല്ലാ ഊപ്പാടും ഇളകും പ്രവാചകൻ്റെ ഈ അധ്യാപനങ്ങൾ മൂലം. അവർക്ക് മനസ്സിലായി തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് ചോർന്നു പോകുമെന്ന് ഖുറൈശികൾക്ക് മനസ്സിലായി, അല്ലേ? ഇപ്പോൾ ജൂതന്മാർ യേശുവിനെ കൊല്ലാൻ കാരണം എന്താണ്? ജൂതന്മാരുടെ ചെയ്തികളെ കുറിച്ച് ഈസാ നബി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. അക്കാലത്ത് ഈ ജൂതന്മാർക്കൊക്കെ ഒരുപാട് മക്കളുണ്ടായിരുന്നു, സന്താനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കില്ല. മക്കൾ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും വലുത് മക്കളാണല്ലോ. നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കും. നമുക്ക് മക്കൾ എന്ത് വേണം നമ്മൾ വാങ്ങിക്കൊടുക്കും. സ്കൂൾ തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മക്കൾ അത് വേണം വാട്ടർ ബോട്ടിലും ഒക്കെ നമുക്ക് കയ്യിൽ പണമില്ലെങ്കിൽ വാങ്ങിക്കൊടുക്കും. കാരണം നമ്മുടെ മക്കൾ ക്ലാസ്സിൽ മോശക്കാരാവരുത്. അധിക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ അക്കാലത്ത് അങ്ങനെയില്ല. ഇഷ്ടംമാതിരി മക്കളുള്ളതുകൊണ്ട് മക്കളോട് വലിയ സ്നേഹമൊന്നും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കില്ല. മക്കൾ ഈസാ നബിയുടെ അടുക്കൽ അധ്യാപനങ്ങൾ കേൾക്കാൻ വരും. ഈസാ നബി ഒരുപോലെ തന്നെ അധ്യാപനം നടത്തുകയും ചെയ്യും, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈസാ നബിയുടെ അടുത്ത് വന്നിരിക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചിലപ്പം വിശന്നിരിക്കുമ്പോഴൊക്കെ ഈസാ നബിയോട് നിങ്ങളുടെ വീട്ടിൽ ഇന്ന ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഈസാ നബി പറയും. അള്ളാഹു കൊടുത്തൊരു മുഅ്ജിസത്തുമാണ് ജൂതന്മാരുടെ ചെയ്തികൾ പുറത്തു കൊണ്ടുവരാനും ഉള്ള അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണ്. അങ്ങനെ കുട്ടികൾ ഓടിച്ചെന്ന് വീട്ടിൽ ചോദിക്കുമ്പോൾ ഇന്ന പായസമുണ്ടല്ലോ, വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ വീട്ടുകാർ അയ്യേടാന്നാവും. കാരണം അത്ര രഹസ്യമായിട്ട് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ അത് കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് വലിയൊരു ദേഷ്യവും അതിന് കാരണക്കാരനായ ഈസാ നബിയോട് വിദ്വേഷവുമായി. അതുപോലെ തന്നെ ഓരോ സത്യങ്ങൾ ഈസാ നബി പറയും. ജൂതന്മാർ മൂസാ നബി പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ തൗറാത്തിൽ. പക്ഷേ ഈ ജൂതന്മാരെന്ത് ചെയ്യും? അത് പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒക്കെ എന്ത് ചെയ്തു? ഈ ഈസാ നബി എടുത്തു പറയാൻ തുടങ്ങി. ഇങ്ങനെ ജൂതന്മാർ ചെയ്യുന്ന തിന്മ, വ്യഭിചാരം, അന്യൻ്റെ സ്ത്രീകളെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഈ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു. ജൂതമതം എന്നൊരു മതം മൂസാ നബി കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് അവർ തന്നെ സ്വയം എടുത്തൊരു മതം, അവർക്ക് വന്നു ചേർന്ന പേരാണ് ജൂതമതം എന്നത്. ഈസാ നബി കൊണ്ടൊന്നും ഇസ്ലാം മതം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതിന് ഇസ്ലാം എന്നായിരിക്കില്ല, പേര് മറ്റെന്തോ പേരായിരിക്കും. ഒക്കെ അനുസരണം, ദൈവത്തെ അനുസരിക്കുക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ മാത്രം വഴിപ്പെടുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത്. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷെ ഇസ്ലാം എന്ന പേരായിരിക്കില്ല.
അപ്പോൾ ഇങ്ങനെ ഈ ശത്രുത വരാൻ തുടങ്ങി. അപ്പോൾ ജൂതന്മാരുടെ കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകും എന്ന് മനസ്സിലായി ഈസാ നബിയുടെ അധ്യാപനങ്ങൾ മൂലം. അപ്പം അവർ ഈസാ നബിയുടെ കൊടിയ ശത്രുവായി മാറി അങ്ങനെ ഈസാ നബിയെ കൊല്ലാൻ ശ്രമിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഖുറൈശികളും പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത്. പ്രവാചകന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത വ്യക്തികളൊക്കെ അധികവും ഖുറൈശികളായിരുന്നു. പിന്നെ ജൂതന്മാരുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്ത്യാനികളുള്ളൂ. പിന്നെ മുനാഫികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത്രയും കൂട്ടർക്ക് എല്ലാവരും ശിക്ഷ വരും. അപ്പോൾ ഈ ഖുറാനിൽ വാഗ്ദാനം ചെയ്ത ശിക്ഷകൾ ആർക്ക് വരും? പ്രവാചകൻ ശത്രുക്കൾക്ക് വരുമ്പോൾ ഖുറൈശികളാവട്ടെ ജൂതന്മാരാവട്ടെ അവർക്ക് തീർച്ചയായും വരും. പക്ഷെ അത് എന്തായിരിക്കും? ചിലപ്പോൾ വരും, വരുന്ന പ്രവാചകൻ്റെ മരണശേഷമായിരിക്കും ചിലപ്പോൾ വരിക. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് മടക്കം. പിന്നെ അവ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു സാക്ഷിയായിരിക്കും. അപ്പോൾ പരലോകത്ത് വെച്ച് എന്തായാലും അവർക്ക് കിട്ടും. ഈ ലോകത്തും ചിലപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടിയെന്ന് വരും, കിട്ടാതിരിക്കുമെന്ന് വരും. പക്ഷെ നമ്മൾ അറിയില്ല. നമ്മളിപ്പോൾ ഒരാൾ വലിയ AC കാറിൽ സഞ്ചരിക്കുന്നു, നല്ല വീടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇയാൾ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ കരുതും. പക്ഷേ അയാളുടെ മനസ്സ് മുഴുവൻ നേറിപ്പോകുകയായിരിക്കും. ഒരു തുള്ളി സന്തോഷം അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു രുചിയുള്ള ഭക്ഷണം അയാൾക്ക് കഴിക്കാൻ കഴിയില്ല. ഒരു അല്പം മെഴുക്കുള്ള ഭക്ഷണമോ ഒരല്പം മധുരമുള്ള ഭക്ഷണമോ കഴിക്കാൻ കഴിയില്ല. ശരിക്കും ഉപ്പും കഴിക്കാൻ പാടില്ല. ഉപ്പ് എന്താണ്? കൊളസ്ട്രോൾ ഉണ്ടാക്കും, ഷുഗർ കൂട്ടും, അല്ലേ, പ്രഷർ കൂട്ടും. ഉപ്പ് പാടില്ല, മധുരം പാടില്ല, മെഴുക്ക് പാടില്ല. പിന്നെന്താ കഴിക്കുക? അപ്പോൾ അയാൾക്ക് എന്ത് സമാധാനം ഉണ്ടാകുക? മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഒരു വിരുന്നിന് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളോട് പറയാം, നമ്മളെന്തൊരു കല്യാണം ഉണ്ട്, അതിനെ കുട്ടിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, മന്തി കഴിക്കാം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് സന്തോഷമാണ്. പക്ഷെ അതേപോലെ ഇങ്ങനെ രോഗിയായ ഒരാൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ഒരാൾ ഒരു വിളിക്കുകയാണ്, കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മന്തി കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ. സന്തോഷത്തേക്കാൾ ദുഃഖം ഉണ്ടാവും. കാരണം മറ്റുള്ളവർ കഴിക്കുമ്പോൾ ഞാൻ ഒന്നും കഴിക്കാതിരിക്കേണ്ട. അപ്പോൾ അയാൾക്ക് കൂടുതൽ വിഷമം വരും. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കാറിലും ബംഗ്ലാവിലൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കെല്ലാം സന്തോഷമാണ് നമ്മൾ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ദുഃഖമാണ് അവർ അനുഭവിക്കുക. അവർ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഉണ്ടാവും, AC കാറും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ യാതൊരു സുഖവും അവർ അനുഭവിക്കുന്നുണ്ടാവില്ല. ഒരു സിനിമയിലുണ്ട്, ഫാനിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കൊണ്ട് വിയർക്കുന്നു. കാരണം എന്തോ കുറ്റവാളിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ വിയർക്കുകയാണ്. അപ്പോൾ എത്ര കാറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, വിയർക്കും. അതുപോലെ തന്നെ എത്ര സുഖം കിട്ടിയിട്ടും അവർക്ക് കാര്യമില്ല. ഇപ്പം അംബാനി അദാനിയൊക്കെ ഉണ്ടല്ലോ, അയാൾക്കൊക്കെ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും നമ്മൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് പട്ടിണി പാവങ്ങളെ നികുതി പണം അയാൾ ഊറ്റി കഴിക്കുകയാണ്. അതുകൊണ്ട് അയാൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും കുടിക്കുന്ന ഓരോ വെള്ളവും പാവങ്ങളുടെ രക്തമാണ്, അല്ലെങ്കിൽ നീരാണ്, അല്ലെങ്കിൽ ദുഷിച്ച ദുർനീരാണ്, ചലമാണ്. പാവങ്ങളായ ജനങ്ങളുടെ ശരീരത്തിൽ ചലമാണ് അയാൾ കഴിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായില്ല. വലിയ ഭാര്യയ്ക്ക് ഒരു വലിയ ഫ്ലാറ്റോ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഫ്ലാറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു തുള്ളി സമാധാനം അവർക്ക് ഉണ്ടാവില്ല. വീടിന് ചുറ്റും അംഗരക്ഷകരും ഒക്കെ AK-47 തോക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒക്കെ ഉണ്ടായിട്ടും അയാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടെയുള്ള വ്യക്തികളെ കണ്ടിട്ട് അവർ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുന്നുവെന്ന് ഒരിക്കലും കരുതരുത്. മറിച്ച് അവർ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുകയാണ്. മനസ്സിലായില്ലേ? അവർ AC കാറിൽ സഞ്ചരിക്കുന്നതോട് കൂടി അവർക്ക് ദോഷം വരികയാണ്. അല്ലെങ്കിൽ AC നമ്മൾ കേടാണ്. പ്രത്യേകിച്ചും ഏത് കാറിലെ AC-യും വീട്ടിലത്തെ AC ഒക്കെ എന്ന് വെച്ചാൽ ആ റൂമിലത്തെ വായുവിനെ കൂടുതൽ തണുപ്പിക്കുക ചെയ്യുക. പുറമെയുള്ള വായുവിനെ തണുപ്പിച്ചിട്ട് തിരികെയല്ല അവർ ചെയ്യുന്നത്. ആ റൂമിലുള്ള വായുവിനെ കൂടുതൽ തണുപ്പിക്കുക. കാരണം പുറമെയുള്ള വായു തണുപ്പിച്ച് കഴിയുമ്പോൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കേണ്ടി വരും, കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കംപ്രസർ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അത് AC-യുടെ ലൈഫിനെ ബാധിക്കും. അതുപോലെ തന്നെ
തണുപ്പും കിട്ടില്ല. തണുപ്പ് കിട്ടാതായാലും ആ ബ്രാൻഡ് എന്ത് ചെയ്യും, ഉപേക്ഷിക്കും ജനങ്ങൾ. തണുപ്പ് പണം കൊടുത്തു പോകണം തണുപ്പിന് വേണ്ടിയിട്ടാണ്. തണുപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ബ്രാൻഡ് പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഓരോ ബ്രാൻഡ് നിർമ്മാതാക്കളും ഓരോ കമ്പനികളും വളരെയധികം ശ്രദ്ധാലുവാണ് ഓരോ ഉൽപ്പന്നത്തെ പറ്റി. കാരണം ഒരു ഫോൾട്ട് വന്നാൽ മതി. പണ്ടൊന്നും എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ആൾക്കാർ പറഞ്ഞ് ചെവി വഴിയില്ലേ, വായും ചെവിയും വഴിയാണ് മറ്റുള്ളവരേക്ക് എത്തുക. അത് എത്താൻ കുറേ സമയം പിടിക്കും, വർഷങ്ങളെടുക്കും. ഒരു കമ്പനിയുടെ ഫോൾട്ട് ലോകം അറിയണമെങ്കിൽ പക്ഷെ വർഷങ്ങളെടുക്കും. ഇപ്പം ഒരു നിമിഷം മതി. എന്തെങ്കിലും ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ചെറിയ കുഴപ്പം മതി, അപ്പം തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ആവും. അപ്പം തന്നെ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യും. ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ റീലിട്ടാൽ മതി. അപ്പം അതുകൊണ്ട് അവർ ഉൽപ്പന്നങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഫോൾട്ടും വരാത്ത രൂപത്തിലൊക്കെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ തണുപ്പ് കിട്ടാൻ വേണ്ടി ഒരു എല്ലാ എ സിയും, വീട്ടിൽ വെക്കുന്ന എ സിയാലും കാറിൽ വെക്കുന്ന എ സിയാലും ചെയ്യുന്ന സിസ്റ്റം എന്തെന്ന് വെച്ചാൽ ആ കാറിനുള്ളിലത്തെ വായുവിനെ തന്നെ കൂടുതൽ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ കാറിലെ ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ എ സി റൂമിൽ ഇരിക്കുമ്പോൾ ദീർഘമായി ശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് അല്പം ശ്വാസം മതി. അല്പം ശ്വാസം എടുക്കുകയും അല്പം ശ്വാസം പുറത്തു വിടുകയും ചെയ്യും. പിന്നെ അടുത്ത ശ്വാസം എടുക്കുന്നത് അല്പം കഴിഞ്ഞിട്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളിപ്പം ഒരു സെക്കൻഡ് ശ്വാസം എടുക്കുകയും ഒരു സെക്കൻഡ് ശ്വാസം വിടുകയും ചെയ്യും. അതിനുശേഷം ഒരു സെക്കൻഡ് വിശ്രമം, വീണ്ടും ഒരു സെക്കൻഡാണ് കൂട്ടുക. ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ എ സി കാറിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും, 2 സെക്കൻഡ് ശ്വാസം എടുക്കും, 2 സെക്കൻഡ് ശ്വാസം വിടുകയും പിന്നെ വിശ്രമമില്ലാതെ വീണ്ടും 2 സെക്കൻഡ് ശ്വാസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കൂടുതലായിട്ട് ശ്വാസം നമുക്ക് എടുക്കേണ്ടി വരും. കാരണം എന്താണ്, ഇതിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ എ സി റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മൂക്ക് വേദനിക്കുകയും കൂടുതലായിട്ട് ശ്വാസം എടുക്കുകയും ചെയ്യുന്നത്. മനസ്സിലല്ലേ? ഇപ്പം അടച്ചുപുട്ട് മുറിയിൽ ഒരു വായു സഞ്ചാരമില്ലാത്ത റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും വളരെ ശക്തിയിൽ എടുക്കുകയും പിന്നെയും വിടുകയും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കുടിക്കുന്നതല്ലേ. ഉദാഹരണമായി നമ്മളൊരു വെള്ളം കുടിക്കുകയാണെന്ന് കൂട്ടുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ കുടി നിർത്തും. കാരണം പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും. ഒരു ഗ്ലാസ് കുടിക്കുന്നതോടുകൂടി വെള്ളം നിറയും. പക്ഷേ ഒരു തുള്ളിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അല്ലാതെ ദാഹിക്കുന്നുണ്ട്. പക്ഷേ ഗ്ലാസ്സിൽ നിന്ന് തുള്ളിയായിട്ടാണ് വെള്ളം വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ ശക്തിയിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരു സിപ്പപ്പ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രോയിൽ കൂടി ഇങ്ങനെ വലിച്ചെടുക്കണം. അത് വളരെ അല്പം മാത്രമേ വരുന്നുള്ളെങ്കിൽ നമ്മളിങ്ങനെ ശക്തിയിൽ വെള്ളം വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കാറിലോ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എ സിയുടെ കുഴപ്പം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാറിലൊക്കെ ഈ എ സി ഉപയോഗിക്കുന്നതിന് പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് വീണ്ടും വരുന്നത്. അത് ശരിക്കും എ സി കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയോ ഓക്സിജനെ പുറത്താക്കുകയൊന്നും ചെയ്യുന്നില്ല. ആ വായുവിനാണ്. വായുവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടാവും. അതിൽ പിന്നെ ഓക്സിജൻ ഉണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ, നൈട്രജൻ ഉണ്ടോ ഒന്നും നോക്കില്ല, തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിശ്വാസ വായുവിനെ എന്ത് ചെയ്യും, അതെടുത്തിട്ട് തണുപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി തരും. ആ തണുത്ത വായു വീണ്ടും തണുപ്പിച്ച് ഒന്നും കൂടി തരും. അപ്പം കാറിൽ കൂടുതൽ തണുപ്പ് വരും. വീട്ടിലങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തി എ സിയിലിരിക്കുന്നതോടുകൂടി അവന് രോഗങ്ങൾ വരികയാണ്. അപ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അവൻ രോഗഹേതുവാണ്. എന്തും ഇപ്പം ഇപ്പോൾ ഒരു വ്യക്തി വീട്ടിൽ ലിഫ്റ്റ് വെച്ചു എന്ന് കൂട്ടാം, അതവന് രോഗഹേതുവാണ്. കാരണം അവൻ സ്റ്റെപ്പ് കയറാതാവുമ്പോൾ അവന് ആരോഗ്യം ക്ഷയിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ധാരാളം പണമുണ്ട്, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ മധുരം കഴിക്കുന്നു, എന്താ സംഭവിക്കാൻ, രോഗം കൂടുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്ന അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ അവർക്ക് രോഗഹേതുവാണ്. പണവും പ്രത്താസും അവിടെ ധരിക്കുന്ന, ഇപ്പോൾ നമ്മൾ വില കൂടിയ കോട്ടൊക്കെ ധരിക്കുകയെന്ന് കൂട്ടുക, കോട്ടും സൂട്ടും അതും നമുക്ക് രോഗഹേതുവാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് പുറത്തു പോകാനാവാതെ അത് ബുദ്ധിമുട്ടും. അപ്പോൾ അത് രോഗഹേതുവായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു വ്യക്തി വലിയ പണക്കാരനാണ്, എന്ത് ചെയ്യും, വില കൂടിയ സൺക്രീമുകളൊക്കെ വാരി തേക്കുന്നു, അതും
ചർമ്മത്തിൻ്റെ വിയർപ്പ് പുറത്തു പോവാതെ അത് നമുക്ക് ദോഷം സംഭവിക്കും. അപ്പോൾ പണക്കാർ ചെയ്യുന്ന എന്തും അവർക്ക് രോഗഹേതുവാണ്. അപ്പം ഒരാൾക്ക് പണമുണ്ടെന്ന് കരുതി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശിക്ഷയാണ്. ആ ശിക്ഷയാണ് ആ പണത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് ചില ശത്രുക്കൾ സ്വൈര്യ വിവാഹം നടത്തിയിരുന്നു, ഒരു കുഴപ്പമൊന്നുമില്ലാതെ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും അവർ ഇപ്പം പ്രവാചകനെ കൊന്ന ഹിന്ദ് എന്ന സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. പക്ഷെ പിന്നെ മുആവിയ എന്ന വ്യക്തിയെ നമ്മുടെ സുന്നികളൊക്കെ വലിയൊരു സഹാബിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഈയുള്ളവൻ അങ്ങനെ കണക്കാക്കുന്നില്ല. കാരണം ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകത്തിന് കാരണക്കാരാണ് മുആവിയ. ഞാനൊരിക്കലും പിന്നെ എന്ത് ചെയ്യുന്നില്ല, മുആവിയ ഒരു നല്ല വ്യക്തിയായിട്ട് കാണുന്നില്ല. ദോഷമുള്ള വ്യക്തിയായിട്ട് കാണാനും പിന്നെ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറ്റവും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് മുആവിയ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാനൊരിക്കൽ ചെകന്നൂർ മൗലവിയുടെ പ്രഭാഷണം കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള പ്രവാചക ശത്രുക്കൾ സ്വൈര്യവിവാഹം നടത്തിയിരുന്നു. ഭൂമിയിൽ നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നമ്മളായിരിക്കും ഒരു സുഖസൗകര്യമുണ്ടല്ലോ, പ്രവാചകത്വം ദ്രോഹിച്ച വ്യക്തികൾക്ക് സുഖസൗകര്യമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ദുഃഖിക്കരുത്. ഇതൊക്കെ അവരുടെ ദോഷം വർദ്ധിപ്പിക്കും, അവർക്ക് ശിക്ഷയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പരലോകത്ത് തീർച്ചയായും 100% അവർക്ക് തത്തുല്യമായ ശിക്ഷ ഉണ്ടാവും. ഈ ലോകത്ത് ചില ശിക്ഷ അള്ളാഹു കൊടുക്കാത്ത എന്തെന്നുകൊണ്ട് വെച്ചാൽ അതിൻ്റെ പിന്നിൽ ചില ഘടകങ്ങളുണ്ടാവും, യുക്തികളുണ്ടാവും. ഉദാഹരണമായിട്ടൊരു ഒരു മുതലാളിയാണ് കിട്ടുക, അയാളുടെ കീഴിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ മുതലാളി ഭയങ്കര ദുഷ്ടനാണ്. ഇതിൽ നമ്മളോട് ഒരു മുസ്ലിമിനെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട് ആ മുതലാളി. അപ്പോൾ ആ തൊഴിലാളി നല്ലൊരു ഭക്തനായ വ്യക്തിയാണ്. അയാൾ പ്രാർത്ഥിച്ചു, ഇയാളെ സ്വത്ത്, ഇയാളെ കമ്പനി നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അള്ളാഹു ഒരിക്കലും നശിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇയാൾ ഭയങ്കര ദുഷ്ടനാണ്, പല ദ്രോഹങ്ങളും ചെയ്യുന്നുണ്ട്, നാട്ടുകാർക്കും വീട്ടുകാർക്കും ദ്രോഹം ചെയ്യുന്നൊരു മുതലാണ്. പക്ഷേ ഇയാളെ കീഴിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇയാളെ കമ്പനി നശിച്ച തൊഴിലാളികളും നശിച്ചു പോകും, തൊഴിലാളികൾക്ക് വരുമാനം ഇല്ലാണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? അയാളുടെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം എന്താണ്? ആ തൊഴിലാളികളുടെ വരുമാനം. അപ്പോൾ അള്ളാഹു പല ഘടകങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾക്കുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും കാലങ്ങളോളം പ്രാർത്ഥിച്ചാലും അയാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ശിക്ഷ കിട്ടില്ല. പക്ഷെ അള്ളാഹു ശിക്ഷ കിട്ടും, അത് പരലോകത്ത് കൊടുക്കും. കാരണം പരലോകത്ത് കൊടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം അത് പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. നമ്മുടെ ഇക്കോസിസ്റ്റം പോലെ പുൽച്ചാടിയെ തവളയെ പാമ്പ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഒരു ഭൂമി മുന്നോട്ട് പോകുന്നത്, പ്രപഞ്ചം. അപ്പോൾ അതിൽ താളം തെറ്റും എന്നതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുക, ഭൂമിയിൽ 100% ശിക്ഷ കൊടുക്കില്ല. താൽക്കാലികമായ ശിക്ഷ മാത്രം കൊടുക്കും, മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി അവസാന കാലത്തൊക്കെ അയാൾ കുറച്ച് നരകിച്ച് മരിക്കും. അല്ലാണ്ട് അതുവരെ അയാൾ കുഴപ്പമില്ലാതെ ജീവിക്കും. അതിൻ്റെ കാരണം എന്താണ്? അയാളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു സിനിമ തെന്മാവിൻ കൊമ്പത്തുന്ന സിനിമയിലുണ്ട്. അതിൽ മോഹൻലാലിൻ്റെ ശത്രുവായ നെടുമുടി വേണു പറയുന്നുണ്ട്, ഞാൻ കാളപൂട്ട് മത്സരത്തിൽ തോറ്റാൽ ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ പെങ്ങളാണോന്നറിയില്ല, ഭാര്യയാണ്, പിന്നെ തല മൊട്ടയടിച്ച് കഴുതപ്പുറത്തുകൂടെ സഞ്ചരിക്കും. അപ്പോൾ നെടുമുടി വേണുവിൻ്റെ ഭാര്യ കവിയൂർ പൊന്നമ്മയാണ്. ഭാര്യയാണോ പെങ്ങളാണോ ഓർമ്മയില്ല. അപ്പോൾ കവിയൂർ പൊന്നമ്മ മോഹൻലാലിൻ്റെ അമ്മയെ പോലെയാണ്. അപ്പോൾ തൻ്റെ അമ്മ മൊട്ടയടിച്ച് കഴുതപ്പുറത്തുകൂടെ നടക്കുന്നത് പിന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന മകനും ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്ത് ചെയ്യും? ആ കാളപൂട്ട് മത്സരത്തിന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദുഷ്ടന്മാർ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള സാധാരണ ജനങ്ങളുടെ മേലെ ആ ശിക്ഷ അടിച്ചേൽപ്പിക്കും അവർ. ഇപ്പോൾ പിണറായി നമുക്കൊരുപാട് ദ്രോഹങ്ങൾ വരുത്തിയെന്ന് കൂട്ടാം, അവന് ശിക്ഷ വന്നു കഴിഞ്ഞാൽ അതവൻ എന്ത് ചെയ്യും? അത് മറ്റുള്ളവർക്ക് കൂടി ശിക്ഷ. അപ്പം ഉദാഹരണമായിട്ട് പിണറായിയെ നമ്മൾ എന്തെങ്കിലും ശിക്ഷ നമ്മൾ കൊടുക്കുകയാണ്, കേരളത്തിൽ ജനങ്ങൾ ശിക്ഷ കൊടുക്കുകയെന്ന് കരുതി അവൻ എന്ത് പറയും? തൽക്കാലത്തേക്ക്
പെൻഷൻ ഞാൻ എന്ത് ചെയ്യും നിർത്തലാക്കാൻ പോകാന്ന് പറയാൻ ഉദാഹരണം പറയാട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം ജനങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് അള്ളാഹു ഇങ്ങനത്തെ ദുഷ്ടന്മാർക്ക് എന്ത് ചെയ്യില്ല, ഭൂമിയിൽ വെച്ച് ശിക്ഷ കൊടുക്കില്ല, അത് സാധാരണക്കാരെയും കൂടി ബാധിക്കും. അപ്പോൾ അത്രയും ദുഷ്ടന്മാരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിൽ സമാധാനം പുലരുവാൻ അള്ളാഹുവിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഭൂമിയിലെ നാശഹേതുക്കളായ ഒരുപാട് ദുഷ്ടന്മാരുണ്ട്, അവരെ നിഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ.